ഹരീഷ് വാസ്തവ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഒടുവിലത്തെ പോഡ്കാസ്റ്റിലും ഷാർപ്പ് അറ്റാക്കാണ്. അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാവാത്തവണ്ണം തകർന്നു. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ഒന്നുകിൽ അമിത്ഷാ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ തികഞ്ഞ പരാജയമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം തുടങ്ങിയ ഷാർപ്പ് അറ്റാക്ക് കുറേ നാളെ രാഹുൽ ഗാന്ധി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ്, ഞാൻ താങ്കൾ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഇവിടെ പൗരത്വ പ്രതിഷേധം ഉണ്ടായാൽ അതിനൊരു ചാപ്പയടിക്കാം, സഭയിലാണെങ്കിലും പുറത്താണെങ്കിലും. ഇവിടെ കർഷക സമരം ഉണ്ടായാൽ അതിനൊരു ഖാലിസ്ഥാൻ ചാപ്പയടിക്കാം, അകത്താണെങ്കിലും പുറത്താണെങ്കിലും. ഹരീഷ്, ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം വിദ്യാർത്ഥി സമരത്തിൽ ഏതെങ്കിലും ചാപ്പയുമായി സഭയിലേക്ക് എത്തിയാൽ വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് കറ നല്ലതാണെന്ന് പറയുന്നത് പോലെ ഈ ചാപ്പ വർക്കൗട്ട് ആവില്ല എന്ന തിരിച്ചറിവിലെ മൗനവും നല്ലതാണ്. അതെ, ഈ സമരത്തിലുണ്ടായ ഒരു സ്ട്രാറ്റജിക്കായിട്ട് ബി ജെ പിക്ക് പറ്റിയ ഒരു വീഴ്ച അല്ലെങ്കിൽ അവരുടെ ഒരു ഗതികേടെന്ന് പറയുന്നത്, ഇതിനു മുമ്പ് നടന്ന സമരങ്ങളിലെല്ലാം വാട്ട് അബൌട്ടറി നടന്നിരുന്നു. ഇവരുടെ ഈ ചർച്ചകളിലുള്ള എല്ലാ പ്രസൻസും, ഞാൻ ഈ ചർച്ചയിൽ യുവരാജ് നടത്തിയ ഇത് ഇടപെടൽ മാത്രമല്ല ഞാൻ പറയുന്നത്, പാർലമെൻറ്റിലും പുറത്തും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും എല്ലാം ഈ വാട്ട് അബൌട്ടറി, നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ മറ്റേ ആൾ ഉണ്ടായപ്പോൾ കണ്ടില്ലേ തുടങ്ങിയ വാട്ട് അബൌട്ടറികളുണ്ട്. നിരന്തരമായി അധികാരമുള്ള ഘടനയ്ക്ക് കീഴിൽ നിൽക്കേണ്ട ഒരു സംവിധാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ തിരിച്ച് അത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇവിടെ അത് വിലപ്പോവില്ല. കാരണം ഈ ജനാധിപത്യമില്ലായ്മ, സംവാദങ്ങളിൽ ജനാധിപത്യം ഉണ്ടെങ്കിലല്ലേ അത് തിരിച്ചും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം നിരന്തരമായ ജനാധിപത്യത്തിൻ്റെ നിലവാരം ഇടിച്ച് താഴ്ത്തി ഞങ്ങൾക്ക് അധികാരം കിട്ടി, ഞങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന് പറയുകയും തിരിച്ച് ജനാധിപത്യ വിരുദ്ധത കാണിക്കുകയും ചെയ്യുമ്പോൾ അത് 15 കൊല്ലം അല്ലെങ്കിൽ അതിന് മുകളിൽ കണ്ടതിന് ശേഷമാണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ കുട്ടികൾ, 18ഉം 19ഉം വയസ്സായിട്ടുള്ള കുട്ടികൾ, ജെൻ സി എന്ന് പറയുന്ന അവർ വളർന്നു വന്നിട്ടുള്ളത്. അവർ തിരിച്ച് അതേ നാണയത്തിലാണ് ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വിദേശ ഫണ്ട് കിട്ടുന്നില്ലേ എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ ഉണ്ട്, രാവിലെ ഓട്ടോറിക്ഷയ്ക്ക് വന്ന കാശ് പാകിസ്ഥാനാണ് കൊടുത്തത്, ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ കാശ് സോറോസ് കൊടുക്കുമെന്ന് ഈ പിള്ളേർ മറുപടി പറയുക. അത്തരത്തിലുള്ള പിള്ളേരാണ് ഈ നിങ്ങൾ രാജ്യദ്രോഹികളാണ് സമരം നടത്തുന്നതെന്ന് പറയുമ്പോൾ രാജ്യദ്രോഹി നിന്റെ തന്ത എന്ന് തിരിച്ച് പോസ്റ്റ് ഒട്ടിക്കുന്നതിൻ്റെ നേരത്തെ രാഹുൽ ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ, യുവരാജ് പറഞ്ഞല്ലോ, നിലവാര തകർച്ച ഞാൻ കൊണ്ടുവന്നതല്ല, ഈ ചർച്ചയുടെ നിലവാരത്തിലേക്ക് ഞാൻ വന്നാണെന്ന് പറഞ്ഞല്ലോ. ഇതേ ലൈനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇവർ കൊണ്ടുവന്ന നിലവാരമില്ലായ്മ, ജനാധിപത്യ വിരുദ്ധമില്ല, തിരിച്ച് കുട്ടികൾ അതിൻ്റെ ഒരു 1% തിരിച്ച് കാണിക്കുമ്പോഴത്തേക്ക് പ്രധാനമന്ത്രി നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ പറയുന്ന ഊതിപ്പൊക്കിയത് മുഴുവൻ കഴിഞ്ഞ ഒരു 2-3 മാസം കൊണ്ട് പൊട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ത്യയിലൊട്ടാകെ. ഇപ്പോൾ വിഷ്വൽ മീഡിയയിലൊട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്കകത്തുള്ള മുഴുവൻ വിസിബിലിറ്റി എടുത്താൽ ബി ജെ പിയുടെ നറേറ്റീവ്സ് ഒന്നും എവിടെയും എത്തുന്നില്ല. കാരണം എന്താ? അത് ഈ പറഞ്ഞ പോലെ യുക്തിസഹമായി നോക്കിയാൽ നമുക്കിത് ഡൈജസ്റ്റ് ആവില്ല. കാരണം ഡൽഹി പോലീസിനെ കൊണ്ട് ഞങ്ങൾ തല്ലിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. ഡൽഹി പോലീസ് വഴിയെ പോകുന്ന പെൺകുട്ടിയുടെ കർണത്തടിച്ചത് തെറ്റാണെന്നുള്ളതുകൊണ്ട് അയാളെ പിറ്റേ ദിവസം രാവിലെ റിമൂവ് ചെയ്തു, ഇല്ലേ? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് പിറ്റേ ദിവസം കണ്ടിന്യൂ ചെയ്യാത്തത്? റിമൂവ് ചെയ്തു, വേറൊരു ജോലിയിലേക്ക് വിട്ടു. അതുപോലും പാർലമെന്റിൽ വന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. കാരണം അവിടെ ഇത് വിലപ്പോവില്ല, അവിടെ ചാപ്പകുത്തൽ വിലപ്പോവില്ല. അവിടെ ഈ കുട്ടികൾ ചെയ്തത് ശരിയാണ് എന്ന് RSSന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് നിലപാടെടുക്കേണ്ടി വന്നു. അവരാണ് ശരി, അവരെ കേട്ടേ മതിയാവും, ഈ സർക്കാർ മുമ്പോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവരെ തള്ളിപ്പറയാനും പറ്റില്ല, അവരുന്നയിക്കുന്ന ആവശ്യത്തെ തള്ളിപ്പറയാൻ പറ്റില്ല. എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉള്ളപ്പോൾ അതിനെ അക്കൗണ്ടബിൾ ആകുമ്പോൾ ഇനിയിപ്പോൾ നോക്കൂ, ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു, ഈ സഭാ സമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വന്ന് ഇതുപോലെ 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് മണിക്കൂറിൻ്റെ കണക്കും മിനിറ്റിൻ്റെ കണക്കും പറഞ്ഞ് നാളെ രക്ഷപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാകും. ഏറ്റവും പ്രാഥമികമായ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ്? ഈ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. യുവരാജ് ഗോകുലിന് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ലീഡറായിട്ടുള്ള അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള നാളെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോ, നമ്മൾ വ്യക്തിപരമായി പോകേണ്ട കാര്യമേ ഇല്ല. ഈ ധൈര്യമുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് സഭയിൽ വന്ന് അത് പറയാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് നാളിതുവരെയുള്ള മറുപടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ നമ്മൾ ചോദിക്കും, രാഹുൽ ഗാന്ധി സർക്കാരിൻ്റെ ഏതെങ്കിലും പോസ്റ്റിലാണെങ്കിൽ എക്സിക്യൂട്ടീവിലാണെങ്കിൽ നമ്മൾ ചോദിക്കും. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആരും സഭയിൽ ആബ്സെന്റ് ആവുന്നത് നല്ല കാര്യമല്ല. പക്ഷേ ഇവർ തന്നെ എലക്ട് ചെയ്ത ഒരു സ്പീക്കർ നിങ്ങൾ പോയി നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയോട് സഭയിൽ ഹാജരാവാൻ പറയൂ എന്ന് പറയുന്നത് ഡയറക്ഷൻ അണ്ടർ സെക്ഷൻ 73A കൊടുത്തതിന് ശേഷവും അതിനോടുള്ള ചെയറിനോടുള്ള ഒരു അല്പം റെസ്പെക്റ്റ് എങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ ഇതാ ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഇതിന് മറുപടി പറയാൻ, പോലീസ് ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ്, ഇന്ന കാരണങ്ങളാൽ ശരിയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന നിലവാരത്തിൽ, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന നിലവാരത്തിൽ പാർലമെന്റിൽ പറയാൻ പറ്റില്ല. ഇതുപോലെ ന്യായീകരണം, കുട്ടികളെ മർദ്ദിച്ചതിന്, കുട്ടികളുടെ പിൻഭാഗത്ത് ഈ പറഞ്ഞ ലാത്തിയിട്ട് കുത്തിയതിന് ഈ പറയുന്ന പോലെ ന്യായീകരണം അവിടെ പറഞ്ഞാൽ, നേരത്തെ ഹരീഷ് പറഞ്ഞതുപോലെ രാജ്യദ്രോഹി ആരാഞ്ഞ് നിന്റെ അങ്ങയുടെ
എന്താണ് പിതാവ് എന്നർത്ഥം വരുന്നതിനേക്കാൾ കൂടുതൽ ഈ പിള്ളേർ തിരിച്ചു പറയും. അത് പിന്നെയും പ്രശ്നമാകും, പിന്നെയും ഈ തെരുവുകൾ നിറയും. അതുകൊണ്ട് ആ മറുപടി പറയാൻ പറ്റില്ല, അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അവിടെ മറുപടിയില്ലായ്മയല്ല, ധർമ്മസങ്കടമാണ്. മറുപടിയില്ലായ്മ ധർമ്മസങ്കടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.